പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇതൊരു സന്തോഷമുള്ള ദിവസമല്ലേ? ലോകമെമ്പാടുമുള്ള കോടാനുകോടി ജനങ്ങൾ ഈ ഉത്സവം സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസം ഞാനും നിങ്ങളെ ആശംസിക്കുകയാണ്. ക്രിസ്മസ് ഉത്സവത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയാമോ? ചിലര് പറയും കുറെ ബിരിയാണി ഉണ്ടാക്കി നന്നായി കഴിക്കണം, ആഘോഷിക്കണം എന്നൊക്കെ. അതാണ് സന്തോഷം എന്ന് വിചാരിക്കുന്നു. വേറെ ചില ക്രിസ്ത്യാനികളുണ്ട്, മദ്യപിക്കും, പുകവലിക്കും, സുഹൃത്തുക്കളുടെ കൂടെ പാർട്ടി എന്ന് പറഞ്ഞ് കുടിച്ചു കൂത്താടുന്നു. അതൊന്നും യഥാർത്ഥ ക്രിസ്മസ് ആഘോഷത്തിന്റെ സന്തോഷം അല്ല. ഉത്സവത്തിന്റെ ഉദ്ദേശം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ ലോകം മുഴുവനും ആഘോഷിക്കുന്ന ക്രിസ്മസ് ഉത്സവത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്നറിയാമോ? മത്തായി 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ദൈവദൂതൻ വന്ന് പറയുമ്പോൾ ശിശുവിന് യേശു എന്ന് പേരിടണം. കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. ഇതാണ് ക്രിസ്മസിന്റെ അന്ന് യേശു പിറന്നത്. എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് ശിശുവിന് യേശു എന്ന പേരിട്ടത്? ആ പേരിന്റെ അർത്ഥം തന്നെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നതാണ്. മനുഷ്യരുടെ പാപമാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ഓരോരുത്തരെയും വിളിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഓരോ പ്രശ്നം പറയും. ചിലര് പറയും ഈ രോഗമാണ് പ്രശ്നം, ഞങ്ങളുടെ വീട്ടിൽ പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാണ്, സമാധാനമില്ല, എന്റെ ബിസിനസ്സില് ഒരു പ്രശ്നമുണ്ട് എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി പറയും. ശരിയായിരിക്കാം. എന്നാൽ ലോകമെങ്ങും മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഇന്നത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അവന്റെ പാപം. സിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഓഫ് ദ ഹ്യൂമാനിറ്റി. മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. അതാണ് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പാപം സമാധാനമില്ലായ്മയുണ്ടാക്കും. പാപത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കില്ല. പാപം ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാക്കി ശരീരത്തിന് ക്ലേശമുണ്ടാക്കും. ചില പാപങ്ങൾ ശാപത്തെ കൊണ്ടുവന്ന് നമ്മുടെ അനുഗ്രഹങ്ങളെ എല്ലാം നശിപ്പിക്കും. പാപം മനസ്സിൽ ഒരു ഭയമുണ്ടാക്കുകയും ചെയ്യും. പാപം ഒടുവിൽ മനുഷ്യനെ നരകത്തിന്റെ അഗ്നിക്കുള്ളിൽ കൊണ്ടുപോയി ഇടും. അതുകൊണ്ടാണ് മരണസമയം അടുക്കുമ്പോൾ ചിലരൊക്കെ ഭയപ്പെടുന്നത്. പലരും കുടിച്ചു കൂത്താടി ഉത്സവം ആഘോഷിക്കും. മരണം വരുമ്പോഴാണ് ഒരു പരിഭ്രമം ഉണ്ടാവുക, ഒരു ഭയം, ആ പാപത്തിന്റെ ബലം. നരകത്തിന്റെ തീക്കകത്ത് വീഴുന്ന ഒരു ഭയമുണ്ടാകും, ഒരു വലിയ പേടി തോന്നും. എങ്കിൽ പാപം എത്ര ഭീകരതയുള്ളതാണ്! ആ പാപത്തിന് എന്താണ് പരിഹാരം? എല്ലാ മതങ്ങളിലും പാപത്തിന് പരിഹാരമായി ചില കാര്യങ്ങൾ കരുതിയിട്ടുണ്ട്. പരിഹാരം എന്ന പേരിൽ ഇത് ചെലവാക്കിയാൽ പാപം നീങ്ങും, ഇത് ചെയ്താൽ പാപം മാറും. എല്ലാ മതങ്ങളിലും പാപത്തിന് ചില ചടങ്ങുകളും പരിഹാരങ്ങളും കരുതി വെച്ചിട്ടുണ്ട്. അത് വാസ്തവമാണോ? അതുകൊണ്ട് പാപം നീങ്ങുമോ? പാപത്തിൽ നിന്ന് മനുഷ്യനെ അത് മോചിപ്പിക്കുമോ? ഇല്ല, തുടർന്നും ചെയ്തുകൊണ്ടിരിക്കും. അത്ര തന്നെ. അത് അവരുടേതായ വിശ്വാസമാണ്. ചില അന്ധവിശ്വാസങ്ങൾ കാരണം യഥാർത്ഥ അനുഗ്രഹം നഷ്ടപ്പെട്ട് അലഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് കൂടുതൽ. പക്ഷേ യേശുക്രിസ്തുവാണ് മനുഷ്യരുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്ഷമിക്കുന്ന ഒരേയൊരു ദൈവം. എന്തുകൊണ്ടാണെന്നോ? യേശു പാപികളെ രക്ഷിക്കാനായി വന്നു എന്ന് മാത്രമല്ല, മനുഷ്യന് പാപമോചനം ലഭിക്കുവാനായി പരിഹാരവും ഉണ്ടാക്കി. പരിഹാരം വേണം, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പരിഹാരമുണ്ടാക്കിയത്? കുരിശിൽ തന്നെ മരണത്തിന് സമർപ്പിച്ച് തന്റെ രക്തം ചൊരിഞ്ഞ്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കും എന്ന ഉയർന്ന അനുഭവം നൽകാനായി തന്റെ വിശുദ്ധമായ രക്തം ചൊരിഞ്ഞു. അതുകൊണ്ടാണ് യേശു വിശുദ്ധനായി ഈ ലോകത്തിൽ അവതരിച്ച് വിശുദ്ധനായി ജീവിച്ച് തന്റെ വിശുദ്ധിയുള്ള രക്തത്തെ കുരിശിൽ ചൊരിയാനായി സമർപ്പിച്ചത്. ഒരു വ്യക്തി അത് വിശ്വസിച്ച് യേശുവിനെ മനസ്സിൽ സ്വീകരിക്കുമ്പോൾ കണ്ണിൽ കാണാനാവാത്ത ഒരു അത്ഭുതം നടക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി ഹൃദയത്തെ ശുദ്ധീകരിക്കും. ഒരു വിശുദ്ധി മനസ്സിനകത്തുണ്ടാകും. അപ്പോൾ ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ, അത് രക്ഷയുടെ സന്തോഷമാണ്, പാപമോചനത്തിന്റെ സന്തോഷമാണ്. അതുണ്ടായാൽ പാപത്തിന്റെ ബലങ്ങൾ മാറും, രോഗം മാറി നമുക്ക് സുഖമുണ്ടാകും, ഭയം നീങ്ങി ഒരു മനോധൈര്യമുണ്ടാകും. മരണത്തെക്കുറിച്ചുള്ള ഭയമുണ്ടാവില്ല. മരണമെന്നത് സുഖകരമായ അനുഭവമാണ്. പറുദീസയിലേക്ക് എപ്പോൾ പോകും എന്ന നിശ്ചയമുണ്ടാകും. നമ്മുടെ ജീവിതത്തെ മുഴുവനായി മാറ്റിക്കളയും. അതിനാണ് യേശു ഈ ലോകത്തിൽ രക്ഷകനായി വന്നത്.
ആ രക്ഷകൻ നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ടോ? യേശു എന്റെ ഉള്ളിലുണ്ട്, എന്റെ വീട്ടിലുണ്ട്, എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്ന് സന്തോഷത്തോടെ ഉത്സവം ആഘോഷിച്ചാൽ നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ മക്കളായിരിക്കും. ഇതൊന്നുമില്ലാതെ മദ്യപിച്ച് കൂത്താടി ഉത്സവം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊന്നും ശാശ്വതമായിരിക്കില്ല. ഉത്സവത്തിന്റെ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാനായി യേശുവിന് നിങ്ങളുടെ മനസ്സിൽ സ്ഥലം കൊടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകാനായി സമർപ്പിക്കുമോ? യേശുവേ, നീ എനിക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത്. എന്റെ പാപം ക്ഷമിച്ച് പാപത്തിൽ നിന്നും എന്നെ വിടുവിച്ച് രക്ഷയുടെ ആ സന്തോഷത്തെ എനിക്ക് തരേണമേ എന്ന് ചോദിക്കൂ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണും. ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ, പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ അവതരിച്ചു. കുരിശിൽ രക്തം ചിന്തി ഞാനത് വിശ്വസിക്കുന്നു. എന്റെ പാപം ക്ഷമിക്കണമേ, എന്റെ ഉള്ളിൽ വരേണമേ, എന്റെ ഉള്ളിൽ വസിക്കണമേ. അങ്ങയെ ഞാൻ എന്റെ രക്ഷകനായി ദൈവമായി സ്വീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.